ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്മെamaluz, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരട്ട വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യമേ ഒരു ചിരട്ട എടുത്തിട്ട് നല്ല റൗണ്ടായിട്ടുള്ള ഒരു ചിരട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കണം ഇതിൻ്റെ പുറം വശം, നമ്മുടെ ഈ പുറം ഷെല്ല്. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് എത്രമാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ ബേസ് കോട്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് നമുക്ക് വൈറ്റ് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് കളർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വൈറ്റ് കളർ ബേസ് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊരു 0 ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമുക്കിതിലൊരു 3 ഡിവൈഡഡ് ആണല്ലോ നമ്മുടെ കോക്കനട്ട് ഷെല്ല്. അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് വെറൈറ്റി കളേഴ്സാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ കോക്കനട്ട് ഷെല്ല് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ കളറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനേക്ക് വെക്കണം. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കളർ ചെയ്തെടുക്കാം. അത് ഏതെങ്കിലും ഒരു കളർ ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു കളർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അകത്തൊന്ന് ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. തീരെ നൈസ് ആകാതിരിക്കാനാണ് ഞാൻ ബ്രഷ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയിൽ തന്നെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ബോർഡറൊക്കെ ചെയ്യാൻ വേണ്ടി പേപ്പർ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ എന്ത് പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ബലം കിട്ടാനായിട്ട് ഒരു കമ്പി ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ എടുക്കണം. അവിടത്തേക്ക് നമുക്ക് കമ്പി വേണ്ട. അപ്പോൾ കുറച്ച് ടോപ്പ് പോർഷൻ കുറച്ച് നീളത്തിൽ ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് വശങ്ങളിലേക്ക്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കമ്പി വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്ലെക്സ് ക്യൂക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറെ ഗ്ലൂ ഒക്കെ എടുത്തിരുന്നു, പക്ഷേ നമുക്ക് അത്ര സ്റ്റിക്കി ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്ലൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മേൽവശം എന്തിനാണ് കട്ട് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇതുപോലെ ഒന്ന് ഒട്ടി നിൽക്കാനായിട്ടാണ്. ഇനി ഇതിൻ്റെ താഴെവശം നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അറ്റം അതിൻ്റെ അടിവശം ഇതേപോലെ മടക്കി നന്നായിട്ട്, അപ്പോൾ കമ്പി ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് മടങ്ങി ഫ്ലെക്സിബിളായിട്ട് മടങ്ങി നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അതെ, നമ്മളിതുപോലെ നല്ല ഭംഗിയുള്ളൊരു കുടയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മുടെ കുടയുടെ കമ്പി ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മെറ്റാലിക് കളറൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കോപ്പർ മെറ്റാലിക് കളറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ സൗണ്ടിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തിരുന്നോ? സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ? ചെറുതായിട്ടൊന്ന് പനി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ കമ്പി ഫുള്ളായിട്ടൊന്ന്, അതായത് നമ്മൾ കൊടുത്തേക്കുന്ന കുടയുടെ കമ്പി പേപ്പർ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ കുട കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേസ്റ്റായിട്ട് പോകുന്ന ഇതുപോലെ പ്രോഡക്റ്റ്സ് കൊണ്ട് നമുക്ക് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാം. നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ? നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വളരെ ഈസി അല്ലേ? ഞാനിതിൽ വേറെ അഡീഷണലായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഭംഗിയാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതേപോലെയാണ് നമ്മുടെ കുട വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ടൊന്ന് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ കുടയെ കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുമല്ലോ, കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വുഡ് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ പ്ലീസ്.
അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.